ഇത് മലപ്പുറം കോട്ടക്കലിൽ ഒരു വീടിന് നേരെ കഴിഞ്ഞ രാത്രി ഉണ്ടായ വെടിവെപ്പാണ്. വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനാണ് യുവതിയുടെ വീടിന് നേരെ യുവാവ് വെടിയുതിർത്തത്. മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം. എയർഗൺ ഉപയോഗിച്ചാണ് യുവാവ് 3 റൗണ്ട് വെടിയുതിർത്തത്. സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് പ്രതി അബൂ താഹിറിനെ അറസ്റ്റ് ചെയ്തു. വൈകുന്നേരം 7 മണിയോടുകൂടി അരിച്ചോള് നെടുങ്ങോട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ വീടിന്റെ മുൻവശത്ത് നിന്നിട്ട് അയാളുടെ വീട്ടിലേക്ക് വെടിയുതിർത്ത് 2-3 റൗണ്ട് വെടിയുതിർത്ത്. ഏതാണ്ട് 8:45 പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് കിട്ടുന്നത്. ഞാനും പോലീസ് പാർട്ടി സ്ഥലത്ത് പോയി. സംഭവം എയർ റൈഫിൾ വെച്ചിട്ട് വെടിവെച്ചതാണ്. ഇബ്രാഹിമിന്റെ മകള് ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിലാണ് പ്രശ്നം. അയാളുടെ മകളെ കല്യാണം കഴിച്ച് 1 കൊല്ലം മുമ്പ് നിക്കാഹ് കഴിച്ച ആൾ ഒഴിഞ്ഞത് ഉള്ള വിരോധം മൂലം അയാൾ 1 മാസം മുമ്പ് ഒരു റൈഫിൾ മേടിച്ചു. എടരിക്കോട് മാസ് റൈഫിൾ മേടിച്ച് പ്രാക്ടീസ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം നേരെ അയാളുടെ വീടിന് മുൻവശത്ത് വേണ്ടി 3 റൗണ്ട് നേരെ വീട്ടിലേക്ക് നിറയൊഴിച്ചു. എന്നിട്ട് അയാൾ ഇവിടുന്ന് ഹസ്ബൻഡിങ് ആയി. രാത്രി തന്നെ പ്രതിയെ നമ്മൾ കസ്റ്റഡി എടുത്തു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അവിടുത്തെ ഫ്രണ്ടിലെ ജനൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സ്പോട്ടിൽ തന്നെ ഡെഡാവാനും ആകുന്നതാണ്. ആളിനെ അപകടപ്പെടുത്താനുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കണമല്ലോ വീടിന്റെ മുമ്പിൽ തന്നെ വന്നിട്ട് നിറയൊഴിക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് ആള് കട്ടിൽ കിടക്കുകയായിരുന്നുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അപകടം പറ്റുന്നത്. അകത്തെ മുറിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ട് വെടിയേക്കുകയും അയാൾ മരണപ്പെടാനും സാധ്യതയുണ്ടായിരുന്നു. CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, കഴിഞ്ഞ രാത്രി ഉണ്ടായ വെടിവെപ്പ്, ആ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഈ പ്രതി അബൂ താഹിർ ഈ യുവതിയെ അടക്കം കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ വെടിവെപ്പായിരുന്നു ഇത്. നമ്മളിപ്പോൾ കേട്ടത് കോട്ടക്കൽ CI ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത് ഈ പ്രതിയായിട്ടുള്ള അബൂ താഹിറിന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് വിരോധം ഉണ്ടായിരുന്നു. നേരത്തെ ഇയാളുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു ഈ വീട്ടിലെ കുട്ടി. എന്നാൽ ഇയാളുടെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറി. അതാണ് ഈ ഒരു വിരോധത്തിന് കാരണമായത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം ഇവരെ അപകടപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പ്രതി ഇത് ചെയ്തിട്ടുള്ളതെന്നും 1 മാസം മുൻപ് എയർ റൈഫിൾ വാങ്ങി ഇയാൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഇയാൾ നടത്തിയിട്ടുള്ളതെന്നുമാണ് പോലീസ് പറയുന്നത്. ഈ ഒരു എയർ റൈഫിൾ ഉപയോഗിച്ച സമയത്ത് ജനലിന്റെ ഗ്ലാസുകൾ പൊട്ടിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ആളുകൾ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് നേരെ ഇത് അപകടമുണ്ടാകുന്ന സാധ്യത, അല്ലെങ്കിൽ ആ എയർ റൈഫിളിലെ പെല്ലറ്റുകൾ തട്ടി അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സാധ്യത ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കരുതിക്കൂട്ടി ചെയ്ത ഒരു സംഭവമായിട്ട് തന്നെയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ടാണ് വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നും പോലീസ് പ്രാഥമികമായിട്ട് പറയുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് ഈ വിവാഹത്തിൽ നിന്നും ഈ പെൺവീട്ടുകാർ പിന്മാറാനുള്ളൊരു കാരണമെന്നും പോലീസിന്റെ കണ്ടെത്തലുണ്ട്. എന്നാണെങ്കിലും വളരെ വലിയ ഒരു അപകടം സംഭവിക്കുമായിരുന്നു. ഇയാൾ വെടിയുതിർത്ത സമയത്ത് ആരെങ്കിലും ആ വീടിനുള്ളിൽ ആ ജനലിനോട് ചേർന്ന് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു മരണത്തിലേക്ക് തന്നെ നയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. അനുമോദ്, ഈ പ്രതി അബൂ താഹിറിനെ കുറിച്ച് പോലീസ് പറഞ്ഞ വിവരം അനുസരിച്ച് ഇയാൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ? അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിലാണോ? അത് അറിഞ്ഞ ശേഷമാണോ ഈ യുവതി വിവാഹത്തിൽ നിന്നും പിന്മാറിയത്? അതോ ഇത്തരത്തിലൊരു ക്രിമിനൽ വാസന, അതല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ വിവാഹ ബന്ധത്തിൽ നിന്നും ആ കുടുംബം പിന്മാറിയത്? നമുക്ക് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇയാൾക്ക് ഈ ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഇയാൾ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായ സാഹചര്യത്തിലാണ് ഈ യുവതിയുടെ കുടുംബം ഇതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. ഇയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ, പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ, അത്തരത്തിലുള്ള ഈ സ്വഭാവത്തിൽ വന്ന വ്യത്യാസവും അതിനെക്കുറിച്ച് ഇവർ നടത്തിയ അന്വേഷണവുമാണ് ഈ
വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇയാൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് ഇപ്പോഴും അന്വേഷിക്കുകയാണ്. ഏതെങ്കിലും ലഹരി കടത്ത് ശൃംഖലയുടെ ഭാഗമായിട്ട് ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ലഹരി കടത്ത് കേസുകളുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് ഇയാൾക്കെതിരെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. കാരണം ഈ പ്രതിയുടെ മൊഴിയെടുക്കലും മറ്റു നടപടികളും ഇപ്പോഴും പൂർത്തിയാക്കാനുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. നിലവിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ അത് സ്ഥിരീകരണം ആകേണ്ടതുള്ള ഒരു വിഷയമാണ്. എന്തുതന്നെയാണെങ്കിലും ഈ പ്രതിയുടെ മയക്കുമരുന്ന് ഉപയോഗമാണ് അയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ഈ യുവതിയുടെ കുടുംബത്തെ പ്രേരിപ്പിച്ചത്. അതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഇപ്പോൾ ഈ വെടിവെപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ പോലീസിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതായത് അനുമതി സൂചിപ്പിച്ചതനുസരിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ വെടിവെപ്പ്, ഇതിനായി പോലീസ് തന്നെ വിവരങ്ങൾ നൽകുന്നുണ്ട്. 1 മാസത്തോളം ഇയാൾ പരിശീലനം നടത്തിയിരുന്നു. തോക്ക് 1 മാസം മുൻപ് തോക്ക് വാങ്ങി പിന്നീട് പരിശീലനം നടത്തി അതിനുശേഷമാണ് വെടിയുതിർത്തതെന്ന്. ഈ തോക്ക് എങ്ങനെയാണ് ലഭിച്ചത്, എവിടെ നിന്നാണ് ഇത് വാങ്ങിയത്, ഇക്കാര്യങ്ങളിൽ പ്രതിയെ ചോദ്യം ചെയ്തെന്ന് ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ അനുമോദ്? നമുക്കറിയാം, ഈ എയർ റൈഫിൾ ഉപയോഗിക്കുന്നതിന് കൃത്യമായ ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ എയർ റൈഫിൾ അത്ര അപകടകാരിയായ ഒരു ജീവന് അപകടം വരുത്തുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമല്ല, ആയുധമല്ല എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. പക്ഷേ എയർ റൈഫിൾ വളരെ ക്ലോസ് റേഞ്ചിൽ വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ അത് ജീവന് അപകടം വരുത്തുന്നതുമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ 1 മാസം മുൻപാണ് ഇത് വാങ്ങിച്ചത്. അതിനുശേഷം കൃത്യമായ പരിശീലനം ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഈ പുത്തനത്താണി മേഖലയിൽ നിന്നാണ് ഇയാൾ വാങ്ങിച്ചത് എന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് നൽകുന്ന വിവരം. പക്ഷേ അതൊന്നും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല നിലവിലെ സാഹചര്യത്തിൽ. കാരണം എയർ റൈഫിൾ വിൽക്കാൻ ലൈസൻസ് മതി, അത് വാങ്ങാൻ ലൈസൻസിന്റെ ആവശ്യമില്ല. സാധാരണഗതിയിൽ ഈ മലയോര മേഖലയിലൊക്കെ വന്യജീവികളെ പേടിപ്പിച്ചു, അതായത് പന്നികളെയും മറ്റേ കുരങ്ങന്മാരെയൊക്കെ പേടിപ്പിച്ചോടിക്കാനും മറ്റും എയർ റൈഫിൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എയർ റൈഫിൾ ഉപയോഗിക്കുന്നതിന് നിയമത്തിന്റെ ലൈസൻസിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് വിൽക്കുന്നതിനാണ് ലൈസൻസ് വേണ്ടത്. അതൊക്കെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതാണെന്ന് പോലീസ് പറയുന്നു. പക്ഷേ എയർ റൈഫിൾ എങ്ങനെ ഉപയോഗിച്ചാൽ ഒരാൾക്ക് ജീവന് ഹാനി ഉണ്ടാകാം എന്ന് കൃത്യമായി മനസ്സിലാക്കി ആയിരിക്കാം ഇയാൾ ഈ കാര്യങ്ങൾ ചെയ്തത് എന്നാണ് പോലീസ് പറയുന്ന ഒരു കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെടുത്തിയല്ലെങ്കിലും അടുത്തിടെ ഇറങ്ങിയ ഒരു ചലച്ചിത്രത്തിൽ എയർ റൈഫിൾ ഉപയോഗിച്ച് വെടിവെക്കുന്ന ജോജി എന്ന സിനിമയിൽ അങ്ങനെ എയർ റൈഫിൾ ഉപയോഗിച്ച് വെടിവെക്കുന്നതിൻ്റെ ഒരു സീന് കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് പറയണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യക്തത വരുള്ളൂ എന്നുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ എയർ റൈഫിൾ എങ്ങനെ ഉപയോഗിച്ചാൽ അപകടം ഉണ്ടാകാം, ജീവന് ഹാനി ഉണ്ടാകാം എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കാം പ്രതി ഇത് വാങ്ങിച്ചതും ഇതിൽ പ്രാക്ടീസ് ചെയ്തതും ഇത്തരം ഒരു കൃത്യം നടത്തിയത്. എന്താണെങ്കിലും ആരുടെയും ജീവന് അപായം ഉണ്ടായില്ല എന്നതും വളരെ ഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ. CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനാണ് യുവതിയുടെ വീടിന് നേരെ യുവാവ് വെടിയുതിർത്തത്. മലപ്പുറം കോട്ടയ്ക്കലിലാണ് കഴിഞ്ഞ രാത്രി സംഭവം ഉണ്ടായത്.